ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ലാബ് 4 ആണ് SSRFൻ്റെ. ആൻഡ് ഇതിനു മുമ്പ് ലാബ് 1, 2, 3 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി ചെക്ക് ചെയ്യുക. സോ ലാബ് 1 and 2 ഉള്ളത് ഒരു ലോങ് വീഡിയോയിലുണ്ടാവും. അത് ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് വാട്ട് ഈസ് SSRF. ജസ്റ്റ് ഒരു ബേസിക് ഉള്ളത് 2 ലാബായി ചെയ്യുന്നുണ്ട്. ആൻഡ് ലാബ് 3 മലയാളത്തിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ലുക്ക് ലാബ് 4. സോ ഈ ലാബ് എന്താ വെച്ചാൽ നമ്മൾ നോർമൽ ലാസ്റ്റ് ചെയ്ത ലാബ് പോലെ തന്നെ ഇതിൽ സ്റ്റോക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് എന്താക്കണം, URL പോയിട്ട് അഡ്മിൻ ഹോസ്റ്റ് ചെന്നിട്ട് കാർലോസിന് ഡിലീറ്റ് ആക്കണം. ബട്ട് ഈ പ്രാവശ്യം ഡെവലപ്പർ എന്താക്കുന്നത് ഒരു SSRF ഡിഫൻസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്താക്കണം, അതിനെ ബൈപ്പാസ് ചെയ്തിട്ട് വേണം ചെയ്യാന്ന് പറയുന്നത്. സോ നമുക്ക് ലാബ് ആക്സസ് ആക്കാം ഫസ്റ്റ്. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കുക, താഴെ പോയി കാണാം ചെക്ക് സ്റ്റോക്ക് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം, പ്രോക്സി ഓൺ ആക്കുന്ന, ഇന്റർസെപ്റ്റ് ഓൺ ആക്കി, പ്രീവിയസ് ആയിട്ടുള്ളൊക്കെ ക്ലിയർ കൊടുക്കുക, ചെക്ക് സ്റ്റോക്ക് കൊടുക്കുക. നമ്മൾ പ്രൊഡക്റ്റിൽ വന്നു, നമുക്ക് റിപ്പീറ്റർ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് ഈസി. നമ്മൾ സ്റ്റോക്ക് API കണ്ടു, നമ്മൾ പറഞ്ഞു Ctrl+Shift+U കൊടുത്താൽ ഈസി നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ആക്കാൻ പറ്റും. സോ ഇനി ഇതിൽ നമുക്ക് എന്താ ചെയ്ത് നോക്കണ്ടേ. അപ്പം ആക്ച്വലി ഇത് കുറച്ച് ടഫാണ്. സോ ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നത്, നമുക്കൊരുമിച്ച് ചെയ്യാം. സോ ലെറ്റ്സ് ലുക്ക് ദ സൊല്യൂഷൻ. അപ്പം ഫസ്റ്റ് ഇത് ചെയ്തു, ഇന്റർസെപ്റ്റ് ചെയ്തു. ദെൻ ചേഞ്ച് ദ URL in the stock API പാരാമീറ്റർ ടു HTTP. ഈ ഒരു പാരാമീറ്ററിലേക്ക് ചേഞ്ച് ആക്കാനാണ് പറയുന്നത്. ആൻഡ് ഒബ്സർവ് ദ ആപ്ലിക്കേഷൻ ഫ്രേസിങ്, എന്താണ് റെസ്പോൺസ് വരുന്നത് നമുക്ക് നോക്കണം. ആൻഡ് അതേപോലെ ഓക്കെ നമുക്ക് നോക്കാം. അപ്പം ഇതാണ് നമ്മളെ URL ചേഞ്ച് ആക്കേണ്ടത്. ജസ്റ്റ് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി സെൻഡ് കൊടുത്ത് നോക്കാം. ദ എക്സ്റ്റേണൽ സ്റ്റോക്ക് ചെക്ക് ഹോസ്റ്റ് മസ്റ്റ് ബി സ്റ്റോക്ക്. ഓക്കെ, സ്റ്റോക്ക് വിക്ലിസ് ഈ ഒരു ഹോസ്റ്റ് നിന്നായിരിക്കണം വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ വന്ന ലോക്കൽ ഹോസ്റ്റ് നിന്നാണ്. അപ്പം എക്സ്ട്രാക്ട് ഹോസ്റ്റ് നെയിം ആണ് നമുക്ക് എന്താക്കണം, വൈറ്റ് ലിസ്റ്റിലുള്ളത് മാത്രം, അതായത് ലൈക്ക് ഷോപ്പ് നെറ്റ് എന്നതിന് മാത്രമേ വരാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്, അപ്പൻ്റെ ഹാഷ് യൂസർ നെയിം ആൻഡ് ഒബ്സർവ് URL. നമ്മൾ ഇവിടെ ഇവിടെ യൂസർ നെയിം എന്ന് കൊടുത്തിട്ട് ഹാഷ് യൂസർ നെയിം എന്ന് കൊടുക്കാൻ പറഞ്ഞു. യൂസർ നെയിം ഹാഷ് ഹാഷ് എടുത്തിട്ട് നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞെന്താ, ഹോസ്റ്റ് ഇതാണെന്നല്ല പറഞ്ഞു. അപ്പോൾ ഈ ഹോസ്റ്റ് ഇത് കൊടുത്തു നോക്കാം. അതിനു മുമ്പ് നമ്മളുടെ URL ഇതിലേക്ക് ചേഞ്ച് ആക്കുക. സോറി, ഞാൻ നോക്കിയില്ല. നമ്മൾ URL ചേഞ്ച് ചെയ്തിട്ട് അറ്റ് സ്റ്റോക്കിൽ നോക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിന് എന്താണ് വരുന്നത് നോക്കാനാണ് പറഞ്ഞേ. ഓക്കെ, യൂസറിൻ്റെ സ്റ്റോക്ക് നമുക്ക് സെൻഡ് കൊടുത്ത് നോക്കാം. എന്താ സെയിം റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് ആക്സസ് അയക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ അറ്റ് സ്റ്റോക്ക്, അതായത് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് URL ക്രെഡിറ്റ്, അതായത് നമ്മൾ URL HTTPS കഴിഞ്ഞ ഫസ്റ്റ് ചെയ്യുന്ന ക്രെഡൻഷ്യൽസും അറ്റിന് ശേഷം വരുന്നത് എന്തായിരിക്കും, ഹോസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് ഹോസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് ക്രെഡൻഷ്യൽസ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് അഡ്മിൻ പേജ് ഉണ്ടോ നോക്കണം. ആൻഡ് 0 മാച്ചസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അഡ്മിൻ പേജ് ഇല്ല. അപ്പോൾ നമുക്ക് അവിടെ എന്താ, ആ യൂസർ നെയിമിൻ്റെ അവിടെ നമുക്ക് ഇവിടെ ഹാഷും കൊടുത്തു നോക്കാനാണ് പറയുന്നത്. സോ വൈ വി ആർ യൂസിങ് ഹാഷ്. അപ്പോൾ ഹാഷ് കൊടുക്കുന്ന വെച്ചാൽ ഹാഷിന് ശേഷം എന്ത് കൊടുത്താലും ജസ്റ്റ് ഒരു കമാൻഡ് പോലെ എടുക്കത്തുള്ളൂ. അപ്പം നമ്മൾ ട്രിക്ക് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് വൈ വി ആർ യൂസിങ് ഹാഷ് ഹിയർ. അപ്പം നമ്മൾ ട്രിക്ക് ആക്കാൻ പറ്റുന്നുണ്ട് നോക്കാം. അപ്പം യൂസർ നെയിം ഹാഷ് കൊടുക്കുക. എന്താ ചെയ്യുന്നത്, റിജക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല നോക്കുക. മസ്റ്റ് ബി ഇൻ സ്റ്റോക്ക് നെറ്റ്. ഓക്കെ, അപ്പം നമുക്കിത് റിജക്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ, നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ലാബ് 3 ചെയ്തപ്പോൾ എന്താ, ഈ ഒരു ഹാഷ് നമ്മൾ എന്താക്കണേ, കൺവേർട്ട് ചെയ്യാണ്. നമുക്ക് മനസ്സിലാത്ത രീതിയിൽ ലൈക്ക് പെർസെൻറ്റേജ് നമ്പറിലൊക്കെ. അപ്പോൾ അതിന് Ctrl+Shift+U കൊടുത്തു നോക്കാം. Ctrl+U എന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ എന്താ 23 വന്നിട്ടുണ്ട്.
യെസ്, ഈ സെയിം നമ്പർ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് കാണിക്കുന്നത് നോക്കാം. അപ്പോൾ സെയിം എററാണോ നോക്കാം. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുക? അപ്പം ഇതിൽ കിട്ടിയില്ല, നമുക്ക് ഒരു പ്രാവശ്യം കൂടി സെയിം സാധനം നമുക്ക് എൻകോഡ് ചെയ്ത് നോക്കാം. സോ പെർസെൻറ്റേജ് നമ്മൾ നേരത്തെ ഹാഷും അറ്റും നമ്മൾ എൻകോഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ നമ്പർ 2523 കിട്ടി. നമുക്ക് സെൻഡ് ആക്കി നോക്കാം. ഓക്കെ, എവിടെ മിസ്റ്റേക്ക് നോക്കട്ടെ. സ്റ്റോക്ക് അറ്റ് ഇത് രണ്ട് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. Ctrl+U ആയില്ല, അപ്പോൾ Ctrl+U വീണ്ടും കൊടുത്ത് ഓക്കെ നമുക്ക് ഇനി സെൻഡ് ആക്കി നോക്കാം. ഓക്കെ, ഇത് നമ്മളെന്താ വെച്ചാൽ നമ്മളിവിടെ ഹാഷ് മാത്രം കൺവേർട്ട് ചെയ്താൽ മതി, അറ്റ് കൺവേർട്ട് ആക്കണ്ട. സോ അറ്റ് എടുക്കട്ടെ, നമുക്ക് സെൻഡ് ആക്കി വെക്കാം. യെസ്, വി ഗോട്ട് ഇറ്റ്. ഇനി നമുക്ക് അപ്പം നമുക്ക് യൂസർ നെയിം ജസ്റ്റ് നമ്മൾ ചുമ്മാ കൊടുത്തതാണ്. നമുക്ക് അതെന്താക്കണം, ലോക്കൽ ഹോസ്റ്റിലേക്ക് മാറ്റണം. അപ്പം യൂസർ നെയിം ജസ്റ്റ് മാറ്റിയിട്ട് ലോക്കൽ ഹോസ്റ്റ് കൊടുത്തു നോക്കാം, സെൻഡ് ആക്കാം. അപ്പോൾ 2 മാച്ചിൻ്റെ അഡ്മിൻ്റെ എന്താ നോക്കാം. അഡ്മിൻ പാനൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇനി അഡ്മിൻ പാനൽ ആക്സസ് ആക്കാം. ഇനി എന്താ നമുക്ക് വേണ്ടേ? ഇനി നമുക്ക് കാർലോസ് നോക്കണം. യെസ്, കാർലോസിൻ്റെ ഡിലീറ്റ് ചെയ്യാനുള്ളതും കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഡിലീറ്റ് ആക്കാം, കാർലോസിനെ ഡിലീറ്റ് ആയി കളയാം. സോ റണ്ണാവുന്ന സക്സസ് സോൾവ് ആവുന്ന നോക്കാം. സെൻഡ്. യെസ്, വി സോൾവ് ദിസ് പ്രോബ്ലം. സോ ഇത് ഞാനും ആദ്യമായിട്ട് ചെയ്യുന്നത്, അപ്പം അതിൻ്റെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ബട്ട് വി ഡൺ ഇറ്റ്. സോ നമ്മൾ സൊല്യൂഷൻ നോക്കിയിട്ടാണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ഫോർ ദ എക്സ്പെർട്ട്. സോ വി ആർ എൻ എക്സ്പെർട്ട് ഇൻ ദിസ് SSRF. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് ലാബ്. അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. അപ്പം നമുക്കൊരു ലാസ്റ്റ് ഇനി SSRFൻ്റെ ഒരു വീഡിയോയും കൂടി, ഒരു ലാബും കൂടി ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. പ്രോക്സി ഉണ്ടായത് വർക്കാവില്ല. അപ്പം ഒരു ലാബും കൂടി ഉള്ളത് തോന്നുന്നുണ്ട്. അപ്പം അതും കൂടെ നമുക്ക് സെറ്റാക്കാം. അപ്പം ലാസ്റ്റ് ലാബ് ഏതാ? സോ ആ ലാബ് എന്തായാലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിലിടും. ഇതൊക്കെ SSRF വിത്ത് ഫിൽറ്റർ ബൈപ്പാസ്. ഓക്കെ, അപ്പോൾ എന്താ, സീ യു ഗൈസ്, ബൈ ബൈ.